السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل والصحابة أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. الحمد لله ثم الحمد لله ثم الحمد لله. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ ദർസ് വളരെ റാഹത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. 3 വർഷം പൂർത്തീകരിച്ചു, 4ാം വർഷത്തിലേക്ക് കടന്നു. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. ഇതിനകം ധാരാളം കിതാബുകൾ നമ്മൾ ദർസ് നടത്തി പൂർത്തീകരിച്ചു. അൽഹംദുലില്ലാഹ്, അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ. ഇനിയും ഇൻഷാ അള്ളാഹ് ഓരോ കിതാബ് കഴിയുമ്പോൾ പുതിയ പുതിയ കിതാബുകൾ നമുക്ക് ഓതണം. ഇൻഷാ അള്ളാഹ് കിതാബുകളൊക്കെ നിങ്ങൾ കഴിവിനനുസരിച്ച് വാങ്ങണം. അങ്ങനെ നല്ലൊരു മുതഅല്ലിമായി, ഒരു മുതഅല്ലിമത്തായി ജീവിച്ച് മരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അമീൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അമീൻ. അയ്യുഹൽ വലദിൻ്റെ 23ാമത്തെ ദർസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു അവിടുന്ന് ഷഖീഖുൽ ബൽഖിയുടെ ദർസിൽ ഓതിയിട്ട് എന്താണ് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ മഹാനവറുകൾ പറഞ്ഞത് 8 കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയത്. അതിലൊന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തത് വൽ ഫായിദത്തു സാനിയ, രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ അദ്ദേഹത്തിന് കിട്ടിയ ഫലം, ഇന്നി റഅയ്തുൽ ഖൽഖ, ഞാൻ സൃഷ്ടികളെ ഇങ്ങനെ നിരീക്ഷിച്ചു, യഖ്തദൂന അഹ്വാഅഹും, അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് ആ ഇച്ഛയെ ഇങ്ങനെ പിൻപറ്റിയിട്ടാണ് അധിക ജനങ്ങളും ജീവിക്കുന്നത്. വയുബാദിറൂന ഇലാ മുറാദാത്തി അൻഫുസിഹിം, അവരുടെ സ്വന്തം ശരീരങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ സഫലമാകാൻ ഉളരിക്കൊണ്ടിരിക്കുകയാണ്, നെട്ടോട്ടമോടുകയാണ്. സീറ്റ് കിട്ടാൻ, മത്സരിക്കാൻ, അതുപോലെ മറ്റു പല വിഷയങ്ങൾക്ക് വേണ്ടിയും, ബിസിനസ് സംബന്ധമായ വിഷയങ്ങൾക്ക് വേണ്ടി, ഇങ്ങനെ പല പല വിഷയങ്ങൾക്ക് വേണ്ടിയും അവരിങ്ങനെ നെട്ടോട്ടമോടി ഇച്ഛകൾക്കനുസരിച്ച് ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യരെയാണ് ഞാൻ കാണുന്നത്. ഫതഅമ്മൽതു ഫീ ഖൗലിഹി തആല, അപ്പോൾ ഞാൻ അള്ളാഹുവിൻ്റെ ഒരു വചനമുണ്ട്, ആ വചനത്തിൽ ഇങ്ങനെ ചിന്തിച്ചു പോയി. എന്താണ് അള്ളാഹുവിൻ്റെ വചനം? വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, അള്ളാഹുവിനെ ആരെങ്കിലും ഭയപ്പെട്ടാൽ, വനഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തെ ഇച്ഛയിൽ നിന്ന് തടയുകയും ചെയ്താൽ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അവന് മടങ്ങാനുള്ള സ്ഥലം, അവൻ്റെ മടക്ക സ്ഥലം അത് സ്വർഗമാകും എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുപോയി. വതയഖൻതു അന്നൽ ഖുർആന ഹഖ്ഖുൻ സാദിഖുൻ, അതോടൊപ്പം ഞാൻ ഉറപ്പിച്ചു, പരിശുദ്ധ ഖുർആനല്ലേ ഈ പറഞ്ഞത്, അത് സത്യസന്ധമാണ്, വളരെ വസ്തുതയാണ് എന്ന് ഞാൻ ഉറപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇങ്ങനെ പോയാൽ പറ്റൂല. ജനങ്ങളൊക്കെ അവരുടെ താല്പര്യങ്ങളും അവരുടെ വിഷയങ്ങളുമായി നെട്ടോട്ടമോടുമ്പോൾ
ഈ ആയാത്തുകളിൽ ചിന്തിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് വേണമല്ലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ഫബാദർതു ഇലാ ഖിലാഫി നഫ്സി, എൻ്റെ ശരീരത്തിന് എതിര് ചെയ്യുന്നതിലേക്ക് ഞാൻ ഉളരി. വതശമ്മർതു ലിമുജാഹദതിഹാ, എന്നിട്ട് ആ ശരീരത്തോട് കഠിനമായ സമരത്തിൽ ഏർപ്പെടാൻ ഞാൻ നന്നായി പരിശ്രമിക്കേണ്ടി വരും. നമ്മുടെ ശരീരത്തിനെ മറികടന്ന്, ശരീരത്തിൻ്റെ തോന്നലുകൾ, ഇച്ഛകൾ, അതിൻ്റെ താല്പര്യങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാൻ ചെറിയ പണിയല്ല വേണ്ടത്, നല്ല പണി വേണം. അതുകൊണ്ടാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ സമരം കഴിഞ്ഞ് യുദ്ധമുഖത്ത് നിന്ന് മടങ്ങുമ്പോൾ സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, ക്ഷീണിതരാണ് സ്വഹാബത്ത്. ഓ സ്വഹാബ, നമ്മളൊരു യുദ്ധം കഴിഞ്ഞ് വരികയാണ്, ഇനിയിപ്പോൾ നമുക്ക് വേറൊരു വലിയ യുദ്ധം ചെയ്യാനുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ ഇനി ഇപ്പോൾ ഒരു യുദ്ധം നടക്കുമോ നബിയെ? തങ്ങൾ പറഞ്ഞു, ഇനിയുള്ള യുദ്ധം ഏതാണെന്നറിയോ? അൽ ജിഹാദുൻ നഫ്സാണ്, ശരീരത്തോടുള്ള യുദ്ധമാണ്. ഈ യുദ്ധത്തിലൊക്കെ വിജയിച്ച് ശ്രീലാളിതരായി വരുമ്പോൾ ഞങ്ങൾ തികഞ്ഞവരാണെന്നുള്ള ബോധം ശരീരത്തിന് ഇങ്ങനെ വന്നു കയറും. അതിനെ തടയിടലാണ് ഇനി നമ്മുടെ അടുത്ത യുദ്ധമെന്ന് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞത് നമ്മൾ ഓർക്കണം. എൻ്റെ ശരീരത്തോട്, ആ ശരീരത്തിൻ്റെ പൂതികൾ, അതിൻ്റെ വലിയ വലിയ ആഗ്രഹങ്ങൾ, അതൊക്കെ ഇട്ടേച്ച് അതിൻ്റെ എതിരിൽ സഞ്ചരിക്കാൻ, ഒഴുക്കിനെതിരെ നീന്താൻ കുറച്ച് പണിയാണ്. അതാണ് ബഹുമാനപ്പെട്ടവരെ ഹത്തിമുല്ല സ്വമ്മ് തങ്ങൾ പറയുന്നത്. ഞാൻ വല്ലാതെ പരിശ്രമിച്ചു. ആ ശരീരത്തിൻ്റെ ഇച്ഛകൾക്കൊന്നും ഞാൻ അതിനെ സുഖിപ്പിക്കാൻ വിടാതെ ഇബാദത്തുകൾ ആ ശരീരത്തിന് തൃപ്തിയാകുന്ന രൂപത്തിലേക്ക് ഞാൻ എത്തിച്ചു. വങ്കാദത്തിലഹ, ആ ഇബാദത്തുകൾക്ക് അതിങ്ങനെ വഴിപ്പെടണം. എൻ്റെ ശരീരം ഇബാദത്തുകൾക്ക് എൻ്റെ ശരീരം വഴിപ്പെടണം. ആ രൂപത്തിലേക്ക് അതിനാക്കാൻ വേണ്ടി ഈ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് കണക്കിലെടുത്തുകൊണ്ട് ഞാൻ അതിലേക്ക് മുന്നിട്ടിറങ്ങി. ഇങ്ങനത്തെ 8 ഫായിദ എന്ന് പറഞ്ഞാൽ എത്ര മാറ്റമാണ്. ഒന്നാമത്തെ തന്നെ നിങ്ങൾ കേട്ടു. രണ്ടാമത്തതാണ് ഇപ്പൊ ഈ രൂപത്തിൽ ഇച്ഛക്കെതിരെയുള്ള പോരാട്ടം, ശരീരത്തിൻ്റെ തോന്നിവാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടം. അത് ആര് നടത്തിയാലും, മറ്റോ നടത്തുന്നുണ്ട്, ഓൻ്റെ കല്യാണം അങ്ങനെ നടക്കുന്നത്, അപ്പം ഞാനിപ്പോൾ അങ്ങനെ ആയില്ലെങ്കിൽ മോശമല്ലേ എന്ന് ചിന്തിച്ച് അങ്ങനെ നടത്തുന്നു നമ്മളും. ഓൻ്റെ വീട്ടിൽ രാത്രി പാട്ടും ഗാനമേളയും കച്ചേരിയും മദ്യവും ഒക്കെ ഉണ്ടായെങ്കിൽ അതേ സ്റ്റേജിലുള്ള ഞാനും അത് ചെയ്യണ്ടേ? എൻ്റെ വീട്ടിൽ 4 പടക്കം പൊട്ടണ്ടേ? ഗാനമേള വേണ്ടേ? എന്ന് ആ ഇച്ഛകൾക്ക് അനുസൃതമായി പോകുന്നതിന് പകരം എൻ്റെ വീട്ടിൽ അത് നടക്കാൻ പറ്റൂല, അള്ളാഹു പൊരുത്തപ്പെടാത്തതൊന്നും എൻ്റെ വീട്ടിൽ നടക്കൂല എന്ന് അസ്മ ചെയ്യാൻ കുറച്ച് പണി വേണം. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. വൽ ഫായിദത്തു സാലിസ, മൂന്നാമത്തെ ഫായിദയും കൂടി ഇന്ന് പറയുന്നു. ഇന്നി റഅയ്തു കുല്ല വാഹിദിൻ മിനൻ നാസി യസ്ആ ഫീ ജംഇ ഹുതാമി ദുനിയ, ദുനിയാവിൻ്റെ ചരക്കുകൾ ഒരുമിച്ച് കൂട്ടാൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ആളുകളും. തുമ്മയുംസിക്കുഹു ഖാബിളൻ യദഹു, പിന്നെ അത് കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ച് ആർക്കും കൊടുക്കാതെ, ദുനിയാവ് ഉണ്ടായാൽ അത് കൊടുക്കാനുള്ള ഒരു തൗഫീഖ് കിട്ടിയാൽ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹ്, അത് വല്ലാത്തൊരു സംഗതിയാണ്. അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ, ഒരാൾക്ക് ദുനിയാവ് കൊടുത്തിട്ട് ആ കിട്ടിയ ദുനിയാവിനെ ഇങ്ങനെ സപ്ലൈ ചെയ്യാനുള്ള ഒരു വലിയ മനസ്സൊരാൾക്ക് കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, അവന് ആ ദുനിയാവ് കൊണ്ട് സ്വർഗം വാങ്ങാൻ കഴിയും.
ഇവിടെ ബഹുമാനപ്പെട്ടവർ പറയുന്നു സുമ്മയും സിക്കുഹു കാബിലൻ യദഹു, കയ്യിലിങ്ങനെ പിടിച്ചു വെച്ചൊക്കെയാണ്, ഒരാൾക്കൊരു 5 പൈസ കൊടുക്കൂല. അങ്ങനത്തെ ആളുകളെ ഞാൻ കുറെ കണ്ടു, ഈ ലോകത്ത് ഞാൻ ഒരുപാട് കണ്ടു. ഫതഅമ്മൽതു ഫീ ഖൗലിഹി തആല, അല്ലാഹുവിന്റെ വാക്കിൽ ഞാൻ അപ്പോഴും ചിന്തിച്ചു, മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്, നിങ്ങളുടെ അടുത്തുള്ളതൊക്കെ തീർന്നു പോകും, അല്ലാഹുവിന്റെ അടുത്തുള്ളത് തീരൂല എന്ന് പറയുന്ന ഒരു വിശ്രുതമായ, ഒരു പരിശുദ്ധമായ വചനം വിശുദ്ധ ഖുർആനിലുണ്ട്. നിങ്ങളടുത്തുള്ളതൊക്കെ തീരും, അതെത്ര കയ്യിൽ ചുരുട്ടി മുറുക്കി വെച്ചാലും, അലമാറയിൽ എടുത്തു വെച്ചാലും, ബാങ്കിലിട്ടാലും, എവിടെ വെച്ചാലും അത് തീരും. വമാ ഇൻദല്ലാഹി ബാഖ്, അല്ലാഹുവിന്റെ അടുത്തുള്ളത് തീരൂല എന്ന് പറയുന്ന വചനം. ആ വചനത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. വബദൽതു മഹ്സൂലി മിനദ് ദുനിയാ, ദുനിയാവിൽ നിന്ന് എനിക്ക് കിട്ടുന്നതിനൊക്കെ ഞാൻ ചെലവഴിച്ചു. ലിവജ്ഹില്ലാഹി തആല, ഈ ആലോചനയാണ് എനിക്ക് വന്നത്. അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി ഞാൻ ചെലവഴിച്ചു. അൽഹംദുലില്ലാ, ഒരു ഉസ്താദിൻ്റെ വീട് പണി തുടങ്ങാൻ വേണ്ടി ഈ വർഷത്തെ നമ്മുടെ നീണ്ട ദിവസങ്ങളുടെ അധ്വാനം, അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ, 76 ആളുകൾ ആ വലിയ സംഭവത്തിൽ അവരെ കൊണ്ട് സാധിക്കുന്നത് തന്നുകൊണ്ട് സഹായിച്ചു. അള്ളാഹുവെ നീ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ കബൂൽ ചെയ്യണേ അല്ലാ. ആ തന്നവർക്കൊക്കെ ധാരാളം കൊടുക്കണേ അല്ലാ. സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദുനിയാവിൽ നിന്ന് എനിക്ക് കിട്ടിയതൊക്കെ ഞാൻ ചെലവഴിച്ചു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. ഫഫറഖ്തുഹു ബൈനൽ മസാകീൻ, പാവപ്പെട്ടവർക്കിടയിൽ ഞാനത് വിതരണം ചെയ്തു. ലിയകൂന ദുഖ്റൻ ലി ഇൻദല്ലാഹി തആല, അള്ളാഹുവിൻ്റെ അടുത്ത് അതെനിക്കൊരു ഡെപ്പോസിറ്റ് ആകണം, അതിനു വേണ്ടി ഞാൻ അത് വിതരണം ചെയ്തു. എനിക്കും ദുനിയാവ് കിട്ടിയിരുന്നു, പക്ഷേ അതൊന്നും പാത്തുവെച്ചില്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, അതേ മദീനയിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ പഠിച്ചു വരുമ്പോ കുറെ സ്വത്ത് കിട്ടി. ആ സ്വത്തുമായി മക്കയിൽ ഉമ്മന്റെ അടുത്ത് വന്നപ്പോ ഉമ്മ പറയുന്നുണ്ട്, മോനെ നിന്നെ ഞാൻ ഇതിനല്ലല്ലോ പറഞ്ഞയച്ചത്, എൻ്റെ കുട്ടിയെ ഞാൻ വിട്ടത് ഇൽമു പഠിക്കാനാണ്. ആ ഇൽമു എമ്പാടും നേടിയിട്ടുണ്ട്. ഇതാരൊക്കെയോ കൊടുത്തത്, ഉസ്താദായ ഇമാം മാലിക് തന്നെ കൊടുത്തത് ആ കൂട്ടത്തിലുണ്ട്. ബഹുമാനപ്പെട്ടവരോട് ഉമ്മ പറഞ്ഞു, മോനെ വേഗം പോയിട്ട് കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ച് അവിടെ പാവങ്ങൾ ഉണ്ടാവും, വിതരണം ചെയ്യൂ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പിന്നെ താമസിച്ചില്ല, വേഗം പോയി വിതരണം നടത്തി. അപ്പോൾ ഉള്ളതിനനുസരിച്ച് വിതരണം ചെയ്യാനുള്ള ഒരു വലിയ മനസ്സ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ ആശ്രിതർ, നമ്മളുമായി ബന്ധപ്പെട്ടവർ, അവർക്കൊക്കെ അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ. ഈ 2 കാര്യങ്ങൾ, രണ്ടാമത്തെ ഫായിദ ഈ സ്വന്തം ശരീരത്തിനെതിരെയുള്ള സമരം. മൂന്നാമത്തതോ, ജനങ്ങൾ, ചില ആളുകൾ ദുനിയാവിങ്ങനെ വാരിക്കൂട്ടി അത് കെട്ടിപ്പൂത്തി വെച്ച് അല്ലെങ്കിൽ കെട്ടിപ്പാത്ത് വെച്ച് അങ്ങനെ ജീവിക്കുന്നവരെ കണ്ടപ്പോ എനിക്ക് തോന്നി, എന്തിനാ പാത്ത് വെക്കുന്നത്? അള്ളാഹുവിൻ്റെ അടുത്തുള്ളത് ബാക്കിയുണ്ടാകും, ആ കൊടുത്തത് ബാക്കിയുണ്ടാകും. നമ്മൾ പാത്തു വെച്ചത് ഒരു പക്ഷേ നമുക്ക് പോലും ഉപകരിക്കില്ല എന്ന ഒരു രൂപം ഞാനിങ്ങനെ ഖുർആനിൽ നിന്ന് വായിച്ചെടുത്തപ്പോ എനിക്ക് തോന്നി അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള ഈ 2 ഫായിദകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ ഫായിദയും എല്ലാം പ്രധാനപ്പെട്ടതാണ്. ഈ 8 ഫായിദകളും കൃത്യമായി എഴുതി വെച്ച് പഠിക്കണം. അള്ളാഹു നമുക്ക് വലിയ ബറക്കത്ത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി